നമസ്കാരം. മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിൻ്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല. ഗൗതം നിർമ്മലാമ്മയാണ് തന്നെ പ്രസവിച്ച അമ്മയെന്ന് തിരിച്ചറിയുന്നു. നിധിയും നിർമ്മലാൻ്റെയും കൂടി സംസാരിക്കുന്നത് ഗൗതം കേൾക്കാനിടയാകുന്നു. അതിനുശേഷം നിധിയോടും പാർവതിയമ്മയോടും ഗൗതമിന് വല്ലാതെ ദേഷ്യം തോന്നുന്നു. അത് കേട്ട് അതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗൗതം ഹോസ്പിറ്റലിൽ അമ്മയോട് ഞാനെല്ലാം അറിഞ്ഞു എന്ന് പറയാനായി പോകുമ്പോൾ അവിടെ നിർമ്മലാമ്മയെ കാണുന്നില്ല. ഗൗതമും നിധിയും അന്വേഷിച്ചു കൊണ്ടിറങ്ങുന്നു. നിധിയെ ഗൗതം കാറിൽ കയറ്റിയില്ല. ഗൗതം കാറിലും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് വെച്ച് നിധി ഗൗതമിനെ കാണുന്നു. അവർ തമ്മിൽ വഴക്കിടുന്നു. കുറച്ചുപേർ അത് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയെയാണ് അന്വേഷിക്കുന്നതെന്ന് ഗൗതം പറയുന്നു. അതിലൊരു സ്ത്രീ ഗൗതമിനോട് പറയുന്നു, സാറിൻ്റെ കാറിലെ ഡിക്കിയിൽ ഒരു സാരി പുറത്തേക്ക് കാണുന്നുണ്ട്. അങ്ങനെ ഗൗതം അത് നോക്കുമ്പോൾ സാരി കാണുന്നു. ഉടനെ ഡിക്കി തുറന്നു നോക്കുമ്പോൾ നിർമ്മലാമ്മ അബോധാവസ്ഥയിൽ കിടക്കുന്നു. പെട്ടെന്ന് തന്നെ നിർമ്മലാമ്മയെ അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ ചെന്ന് നിർമ്മലാമ്മയ്ക്ക് ബോധം വരുന്നു. ആരുടെ കാറാണെന്നറിയാതെയാണ് കാറിൻ്റെ ഡിക്കിയിൽ കയറിയതെന്ന് നിർമ്മലാമ്മ പറയുന്നു. എന്തായാലും ഗൗതമിൻ്റെ കാറിൽ കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മയെ കിട്ടിയെന്ന് നിധി പറയുന്നു. എന്നാലും എനിക്കൊരു വേലക്കാരിയായിട്ട് പോലും എൻ്റെ പെറ്റമ്മയെ കാണേണ്ടി വന്നത് നീ കാരണമാണെന്ന് ഗൗതം നിധിയോട് പറയുന്നു. നിധിയെ നീ കുറ്റപ്പെടുത്തരുത് ഗൗതം. നിധി കാരണമാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അമ്മ എന്തിനാണ് എന്നെ അനാഥനാക്കിയത്, എന്തിനാണ് അമ്മ എന്നെ ഉപേക്ഷിച്ചത് എന്നൊക്കെ ഗൗതം അമ്മയോട് ചോദിക്കുന്നു. അമ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് അയാൾ കാരണമാണെന്ന് നിർമ്മലാമ്മ പറയുന്നു. ദുഷ്ടനായ നിന്റെ അച്ഛൻ നിന്നെ വയറ്റിൽ വെച്ച് തന്നെ കൊന്നു കളയണമെന്നായിരുന്നു അയാൾ എന്നോട് പറഞ്ഞിരുന്നത്. ആരാണ് എൻ്റെ അച്ഛനായ മൃഗമെന്ന് ഗൗതം ചോദിക്കുമ്പോൾ നിർമ്മലാമ്മ പറയുന്നു, അതേ മോനെ, നീ പറഞ്ഞതുപോലെ തന്നെ അയാൾ ഒരു മൃഗമായിരുന്നു, കാട്ടുമൃഗം. അയാൾ ആരാണെന്ന് ഗൗതം വീണ്ടും ചോദിക്കുമ്പോൾ, ഇപ്പോൾ നീ എന്നെ വിഷമിപ്പിക്കരുത്, എന്നെങ്കിലും അത് നിനക്കറിയാൻ കഴിയും. അതുവരെ നമ്മളെക്കുറിച്ച് അയാൾ അറിയരുത്, ഇല്ലെങ്കിൽ അയാൾ നമ്മളെ രണ്ടുപേരെയും കൊന്നുകളയും. എൻ്റെ അമ്മയെ അയാൾ ഒന്നും ചെയ്യില്ല. അമ്മയ്ക്ക് വിഷമമാണെങ്കിൽ ഇപ്പോൾ പറയണ്ട, ഡോക്ടറെ കണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് ഗൗതം പറയുമ്പോൾ, വേണ്ട മോനെ, പാർവതിക്ക് അത് ഇഷ്ടമാകില്ല. അവളെ ഞാൻ വിഷമിപ്പിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ലെന്നും നിർമ്മലാമ്മ പറയുന്നു. എങ്കിൽ നാളെ തന്നെ ഞാൻ മറ്റൊരു വീട്ടിലേക്ക് അമ്മയെ മാറ്റാമെന്ന് ഗൗതം പറയുന്നു. എന്നിട്ട് നിർമ്മലാമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഗൗതമും നിധിയും ആശുപത്രിയിൽ നിന്നും പോകുന്നു. നിധിയെയും ഗൗതമിനെയും കാണാതെ പാർവതിയമ്മ വിഷമിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ നിർമ്മലയെ കണ്ടോ എന്ന് പാർവതിയമ്മ ചോദിക്കുന്നു. നിധി കണ്ടെത്തി ആശുപത്രിയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ ഗൗതം പാർവതിയമ്മയോട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു. ഗൗതമിന്റെ പോക്ക് കണ്ടിട്ട് പാർവതിയമ്മയ്ക്ക് സംശയമുണ്ടാകുന്നു. ഗൗതം എല്ലാം അറിഞ്ഞോ എന്ന് നിധിയോട് ചോദിക്കുന്നു. ഇല്ലമ്മേ, ഗൗതം ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പാർവതിയമ്മയോട് നിധി നുണ പറയുന്നു. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.